റെഡിയായോ? ഇന്ന് ഞങ്ങൾ ഹൈഡവേന്ന് ചെക്കൗട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാം പാക്കൊക്കെ ചെയ്തു, എല്ലാം സെറ്റാക്കി, ബാഗെല്ലാം റെഡിയാക്കി, പെട്ടിയെല്ലാം റെഡിയാക്കി. ഇനി ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നേരെ ചെക്കൗട്ട് ചെയ്തിട്ട് ഗരുഡ വിഷ്ണു പാർക്കിൽ പോകണം. അത് കഴിഞ്ഞിട്ട് ചുമ്മാ ഇന്നലത്തെ പോലെ ബീച്ച് ഹോപ്പിംഗ്. അത് കഴിഞ്ഞിട്ട് അടുത്ത റൂമിൽ ചെക്ക് ഇൻ ചെയ്യണം. അയ്യോ, ഇത് തുറക്കാനാണല്ലേ പാട്. ഇതൊന്നും തുറക്കും. ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മളുടെ റൂം വരുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് നേരെ കാണുന്ന ലെഫ്റ്റ് സൈഡിലെ പൂൾ വില്ല അല്ലേ? ആ ഓക്കെ. പക്ഷേ ഇത് പോകാൻ കുറച്ച് പാടുണ്ടല്ലേ റിസപ്ഷനിലോട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും റെസ്റ്റോറൻറ്റ്. എന്ത് ഭംഗിയല്ലേ. ഹായ്, ഗുഡ് മോർണിംഗ്. ഇതാണ് റിസപ്ഷൻ വരുന്നത്. ഇവിടെയാണ് നമുക്ക് റൈറ്റ് സൈഡിൽ തന്നെയാണ് റെസ്റ്റോറൻറ്റും ബ്രേക്ക്ഫാസ്റ്റ് വരുന്നതും. പിന്നെ ലെഫ്റ്റ് സൈഡിലൊരു ചെറിയ ബാർ ഏരിയ. മെലാസ്റ്റി ബീച്ച് എത്തി. ഞങ്ങൾ ചെക്കൗട്ട് ചെയ്ത് റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ബാക്കി പേയ്മെൻറ്റൊക്കെ സെറ്റിൽ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. അയ്യോ, ചെരുപ്പ. ഒരു രക്ഷയില്ലാത്ത വെയിൽ. ഇവിടെ ഒരു 2 മിനിറ്റ് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും അല്ലേ? പക്ഷെ ബീച്ച് അടിപൊളി, നല്ല അടിപൊളി ബീച്ച്. അത്യാവശ്യം തിരക്കുണ്ട്. നല്ല വെയിലാണെങ്കിൽ പോലും ആൾക്കാരുണ്ടല്ലേ. അവിടെയൊക്കെ ഉണ്ട്. പിന്നെ റിസോർട്ട്സും ഇതും ഉണ്ടല്ലേ. തെളിഞ്ഞ വെള്ളം. പിന്നെ ഷെൽസ് ഒക്കെ ഉണ്ട്. ആൾക്കാർ ഷെൽസ് ഒക്കെ പറക്കുന്നു. വെയിലത്ത് നിന്ന് കരിയുന്ന ഞങ്ങൾ. ഒരുമാതിരത്തെ വെയിലല്ലേ. എല്ലാം ക്ലിഫ് സൈഡ്. അവിടെയൊക്കെ ഫുള്ള് ക്ലിഫ് സൈഡ് പോലെയാണ്. റിസോർട്ടും ഉണ്ട് കേട്ടോ ക്ലിഫ് സൈഡ് അല്ലേ. എന്ത് ഭംഗിയല്ലേ. നമുക്ക് അവിടെ ആകെ ക്ലിഫ് എന്ന് പറയാൻ വർക്കല മാത്രമല്ലോ. വർക്കല. ഇവിടെ മിക്കതും ക്ലിഫ് സൈഡ് അല്ലേ. അല്ല, ഉൾവാട്ടർ സൈഡാണ് കേട്ടോ ക്ലിഫ് സൈഡ്. ജസ്റ്റ് കണ്ടിട്ട് ഇറങ്ങാം, തിരിച്ചു പോകാന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ മൊത്തം നനഞ്ഞ്, കാലൊക്കെ നനഞ്ഞ്. വിചാരിച്ചത്ര അത് കാലെല്ലാം നനഞ്ഞ് കുറച്ചൊന്ന് തണുക്കുമ്പോൾ ചൂട് കുറവ് തോന്നും. അവൾക്ക് നനയണം തോന്നിട്ട് ഞാൻ നനയേണ്ട ആവശ്യമുണ്ടോ? ഫുള്ള് ഇങ്ങനത്തെ സാധനങ്ങളാ. ഫുള്ള് കാലിലിങ്ങനെ കുത്തി കുത്തി വേണിക്കുന്നുണ്ട് നമുക്ക്. ഈ സാധനമല്ലേ കാലിൽ കുത്തിക്കൊള്ളുന്നു. കളഞ്ഞു. ഇതും കൊണ്ട് ഫ്ലൈറ്റിലൊന്നും കയറാൻ പറ്റൂല. വന്ന വഴി മാറി വേറെ വഴി പോവാ. ക്ലിഫ് ഇതെല്ലാം അവർ കുത്തിപ്പൊളിച്ചേക്കുന്ന തന്നെയല്ലേ. ആണെന്ന് തോന്നുന്നു. ഈ വര കാണുന്നുണ്ട്. കുറച്ച് ബീച്ചൊക്കെ
എല്ലാ ക്ലിഫിനും അങ്ങനെ തന്നെ. ആണോ? നല്ല കയറ്റമാണല്ലോ. അതെ. ഒരുമാതിരി കയറ്റമാണല്ലോ. ഒരുമാതിരി കയറ്റം. പിന്നെ സൈഡ് ഇങ്ങനെ ഓപ്പൺ, ഭയങ്കര ഇത് കാണുമ്പോഴേക്കും പേടിയാവും. സൈഡില് ബീച്ച്. ബീച്ച് അങ്ങ് താഴെ. ശരിയാണല്ലോ. എഴുതി താഴെ എത്തുമ്പോ ബീച്ച്, ഉരുണ്ട് താഴെ എത്തുമ്പോ ബീച്ച്. ഓക്കെ, നിലത്തെത്തി. ഇവിടെയും ചെക്ക് പോയിന്റ് ഒക്കെ ഉണ്ട് ടിക്കറ്റ് ഒക്കെ എടുക്കാനും. കഴിഞ്ഞല്ലേ? പുതിയ ബാഗൊക്കെ മേടിച്ചിട്ട് ബീച്ച് വൈബ്, അതെ, ബാർഗെയിൻ ചെയ്തൊക്കെ മേടിച്ചിട്ട് നടക്കുക. പോ ഫുഡ് കഴിക്കാൻ പോ, വിശക്കുന്നു. സർഫിംഗ് ബീച്ച് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ, മറ്റേ ഏറ്റവും അടിപൊളി തിരയുള്ള സർഫിംഗ് ബീച്ച്. എപ്പോഴും ഒരു 4 മീറ്റർ 5 മീറ്ററൊക്കെ ഹൈറ്റിൽ തിര കിട്ടും. അടിപൊളിയാണ്. ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ ജസ്റ്റ് സിംഗിൾ ഫിന്നിൽ കയറി. സിംഗിൾ ഫിൻ എന്നുള്ള വ്യൂ ആയത്. അവന് പേടിയുണ്ടോ? പിടിച്ചെന്നാ കുഴപ്പമില്ല, ഇവിടെ ഒന്നും പറ്റില്ല. ഇല്ല, നേരത്തെ കണ്ടില്ലായിരുന്നു അവരെ ഓടിപ്പോയത്. അവിടെ മറ്റേ നല്ല പോലെ തര വന്നിട്ട് സംഭവം പൊളി അല്ലേ? രണ്ടാമത്തെ അറ്റംപ്റ്റ് കച്ചക് ഡാൻസ് കാണാൻ ഞങ്ങൾ വന്നു. തിരക്ക് നോക്ക്. എന്തത്? ടിക്കറ്റ് കൗണ്ടറിലെ അയ്യോ, ഇതല്ല, ഇവിടെയും തിരക്കല്ല, ഇതല്ല. അതന്നെ 50 മീറ്റർ. ഓക്കെ. അയ്യോ, ഇനിയിപ്പോൾ എവിടെ നിന്നാണാവോ ടിക്കറ്റ് മാറ്റിയെടുക്കേണ്ടതെന്നറിയില്ല. നോക്കാം. ഇവിടെ അമ്പലത്തിൽ എൻട്രി ചെയ്യാൻ വേണ്ടി മാത്രം 100K ആയി. അതായത് അമ്പലത്തിൻ്റെ പരിസരത്ത് അതിന് 100K ആയി. അതായത് ഓൾമോസ്റ്റ് 500 റുപ്പീസ് അല്ലേ? 2 പേർക്കും കൂടി ചേർത്ത് 500 ആയി. ഇവിടെ അത്യാവശ്യം തിരക്കായി. ഞങ്ങളുടെ കച്ചക് ഡാൻസ് 6 മണിക്കാണ്. ഞങ്ങൾ ഷോർട്സ് ആണെങ്കിൽ ഇതുപോലെ സാരം കൊടുക്കണം. ഷോർട്സ് അല്ലാത്ത ഡ്രസ്സാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ഈ പുള്ളിട്ടേക്കുന്ന പോലെ ഒരു ഓറഞ്ച് റിബൺ പോലത്തെ സാധനം കെട്ടാൻ തരും. ഓൺ ദ സ്പോട്ട് ടിക്കറ്റ് ഇവിടെ നിന്ന് എടുക്കാം. പക്ഷെ നമ്മൾ ഓൾറെഡി ക്ലൂക്കുന്നു. ഇന്നലെ വന്നിട്ട് നമ്മൾ തിരക്ക് കാരണം പോയായിരുന്നില്ല. അതായത് ആ സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച ടൈമിൽ ടിക്കറ്റ് ഇല്ലാത്ത കാരണം നമ്മൾ പോയായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഇന്നലെ ഞങ്ങൾ ക്ലൂക്കിന്ന് ബുക്ക് ചെയ്തു. അപ്പോൾ ഈ ഓൺലൈൻ ടിക്കറ്റ് നമുക്ക് ഇവിടെ നിന്ന് കൺവേർട്ട് ചെയ്തെടുക്കാം. ഇതാണ് വ്യൂ വരുന്നത്.
എന്താണോ ടിക്കറ്റ്? ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോഴും ഡാൻസുള്ള ടിക്കറ്റ് ഉണ്ട്. ആ വേഗം പോകാൻ പറയാ പുള്ളി. അതാണ്. ഓക്കെ. അല്ല അവിടെ ഓൾറെഡി സീറ്റെല്ലാം ആയിക്കാണ്. ദേ ഫില്ലായി. ഒന്നല്ല കയറുന്നില്ല, നേരത്തെ വന്നിട്ട് അപ്പുറത്തിരിക്കുന്നത്. അതെ, വിത്ത് സൺസെറ്റ് നമുക്ക് വ്യൂ കിട്ടും. സൺസെറ്റ് ആ സൈഡാണ് നടക്കുന്നത്. ബാലിയിലെ പല സ്ഥലങ്ങളിലും കെച്ചക് ഡാൻസ് പെർഫോമൻസ് ഉണ്ടെങ്കിലും ഉലുവാട്ടു ടെമ്പിളിലെ സൺസെറ്റ് ടൈമിങ്ങിൽ വരുന്ന പെർഫോമൻസ് ആണ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളത്. ബാലിയിലെ ഒരു ട്രഡീഷണൽ ആർട്ട് പെർഫോമൻസ് ആണ് ഈ കെച്ചക് ഡാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പെർഫോമൻസിനുടനീളം അവർ ചക്ക് ചക്ക് എന്ന് പറഞ്ഞിട്ട് സൗണ്ട് ഉണ്ടാക്കും. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുമ്പോൾ നമുക്ക് കെച്ചക് എന്നുള്ള സൗണ്ടാണ് കേൾക്കുന്നത്. അങ്ങനെയാണ് ഇതിന് കെച്ചക് ഡാൻസ് എന്ന പേര് വന്നത്. അപ്പോൾ ഇതിലെ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മളുടെ ലങ്കാദഹനമാണ്. രാവണൻ സീതാദേവിയെ തട്ടിക്കൊണ്ടു പോകുന്നതും ഹനുമാൻ ചെന്ന് രക്ഷിക്കുന്നതും. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞുനാളിലെ നമ്മൾ കേൾക്കുന്ന സ്റ്റോറിയാണല്ലോ. അത് വേറൊരു രാജ്യത്ത് ചെന്നിരുന്ന ആ സ്റ്റോറിയൊക്കെ ഇങ്ങനെ നേരിട്ട് ഒരു പെർഫോമൻസ് ആയിട്ട് കാണുമ്പോൾ ശരിക്കും നമുക്ക് അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. ഹനുമാൻ്റെ മേലെ എന്താ
അങ്ങനെ കെച്ചക് ഡാൻസ് ഒക്കെ കണ്ട് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി വാറങ്ങിലാണ് പോയത്. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ വാറങ് പോകുന്നത്. വാറങ് എന്ന് പറഞ്ഞാൽ ഒരു ബുഫേ സ്റ്റൈൽ ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷനാണത്. നമുക്കിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സ്റ്റാർട്ടേഴ്സ്, മെയിൻ കോഴ്സ്, കറി, ഡെസേർട്ട് അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ഫുഡാണോ ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ റേറ്റ് വരുന്നത്. ഇവിടെ നോൺ വെജും വെജും ഓപ്ഷൻസും എല്ലാം ഉണ്ട്. ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇന്നത്തെ ദിവസം അങ്ങനെ വൈൻഡപ്പ് ചെയ്തു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.